ആ മൃതദേഹം തന്നെ. ആ അതെ, ഇന്നലെ രാത്രി പോയതാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8-8:30 ഉണ്ടോ, 8:30 മണിക്ക് പോയതാ. ശശിയുടെ തന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ബോഡി തിരിച്ചറിഞ്ഞ അതാന്നുള്ളത്. അതെ അതെ അതെ. എങ്ങനെയാ കാണുന്നത്? ഇവിടെ ഇപ്പം കാണുന്നത് ഞാൻ രാവിലെ പാല് പോകുന്നതിനും കണ്ടില്ല. പക്ഷെ ആരോ തെരഞ്ഞു കളിക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റാണോ ഞാൻ കൈരളി എന്നല്ല, അവർ ആ പള്ളീൻ്റെ അടുത്തായിരുന്നു. അവർ നോക്കുന്നതിന് അവിടേക്ക് എത്തിയെന്നാണ് വിചാരിച്ചത്. ഇവിടെ അത്രയും വെള്ളം ഉണ്ടായിരുന്നില്ലേ. രാത്രി വരുന്നവരൊക്കെ ഒരു ഏകദേശം അരേൻ്റെ മേളിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ് ഒലിച്ചു പോകുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തീരെ അങ്ങോട്ട് പോകില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു കുറ്റി എന്തോ കണ്ടിട്ടാണ് അവിടെ നിന്ന് പോയതാണ്. അതിൽ നിന്ന് കണ്ട അത് അങ്ങനെ ആരോ തെരഞ്ഞു നോക്കുന്നവരോ കിട്ടിയതാണ്. പിന്നെ വെളുത്തൊരു ശരീരം ആയതുകൊണ്ട് തുണി ഇങ്ങനെ പൊന്തിന് ഷെഡി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കണ്ടതാണ്. അങ്ങനെയാണ് എല്ലാവരും ഓടി എത്തി വരാനുള്ള കാരണം. ആ വെള്ളം വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ ഇത് ഒഴുകി മാമ്പുഴയിലേക്ക് എങ്ങാനും പോയി കാണുക എന്നുള്ളതായിരുന്നു. അങ്ങോട്ട് എത്തില്ല. അത് ഏകദേശം ഇവിടെ ബൈപ്പാസ് വരെ പോകുള്ളൂ ഈ റോഡ്. അല്ല, ഈ റോഡിൽ തോട്. അവിടെ അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഏകദേശം വീതി ഉണ്ട്. ഇവിടെ അങ്ങോട്ട് കുറച്ച് സ്ഥലം വീതി കുറവാണ്. അവിടെ അങ്ങോട്ട് വീതി കുറവാണ്. അതാ അതുകൊണ്ട് ഈ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ വീതി കുറവ്, ബാക്കിയൊക്കെ നല്ല വീതിയുള്ള. അപ്പോൾ അത് ഞങ്ങളും പറഞ്ഞു ഡ്രെയിനേജ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീതി കൂട്ടാണ്ട്. അപ്പോൾ റോഡ് വികസനമാണ്, കല്ലിട്ട് അടയാളമൊക്കെ ഉണ്ട് ഇവിടെ റോഡ് വികസനം വേണ്ടിയിട്ട്. ആരും ഒന്നും എപ്പോഴും ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല. ബസ് സ്റ്റോപ്പ് തന്നെ ബാക്കിലൊരു നമുക്ക് സംവിധാനം അവനത് ബാബുക്ക് ഉണ്ട് അവിടെ. ഓ അല്ലേ, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിങ്ങളല്ലേ നിന്നിരുന്നു അവിടെ ഇവിടെ ഒന്നുമില്ല. അല്ല, ഇവിടെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ പാലായിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അയാൾ കൊണ്ടു കൊടുത്തു പോകുമ്പോൾ അയാൾ ഇങ്ങനെ സൈക്കിൾ നിർത്തി ഇങ്ങനെ നോക്കി പോകുമ്പോൾ അവിടെ ഇത് കണ്ട് അങ്ങനെ മൂപ്പരാണ് എല്ലാവരും അറിയിക്കുന്നത്. വാഹനം നിർത്തിയതായിരുന്നു. അയാൾ സൈക്കിളായിട്ട് ഉരുട്ടി പോവുക. അയാൾ നേരം മൂപ്പര് നോക്കിയതാ. അന്നേരം അത് അവിടുന്ന് കാണുന്നത് പാലും കൊണ്ട് പോകുന്ന സമയത്ത് കണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെ നാട്ടുകാരാണല്ലോ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുന്നത്. ഈ ഭാഗത്തൊക്കെ തിരഞ്ഞിരുന്നോ? എങ്ങനെ ഇവിടുത്തെ പോലെ മുകളിൽ വരെ വന്നിട്ടില്ല. ഇവിടെ ഇല്ല. അതാ ആ മരതാ അവിടെ വരെ എത്തിയുള്ളൂ. ഇല്ല, അങ്ങോട്ട് എത്തിയില്ല. അവിടെ നിർത്തി പോയതാണ്. അവിടെ അറിയാത്തതിന് കാരണം എന്താ പറയുക, അവിടെ ഇങ്ങോട്ട് ചെറിയ ട്രെയിനേജാ. അപ്പം അതിലൂടെ ഇങ്ങോട്ട് പോരുന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാ അത്രയും ചെറുതാണ് അവിടെ. അങ്ങനെ പോന്നിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. കാരണം അത്രയും ചെറിയതല്ലേ. അങ്ങനെ പോയി അന്നേരമൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവും. ഇപ്പം വെള്ളം കുറവാ, നല്ലോണം വെള്ളം ഉണ്ടാവും. വെള്ളം കുറഞ്ഞപ്പോഴാണ് നമുക്ക് കണ്ടത്. അതന്നെ സംഗതി. പോകാനുള്ള ഒരു മാർഗ്ഗമില്ലേ പോയി. അപ്പോൾ അവിടെ തങ്ങിപ്പോയി. അപ്പോൾ ബ്ലോക്കായപ്പോൾ നിന്ന് അപ്പോൾ എല്ലാവരും തെരഞ്ഞു നോക്കുന്നവരും അവിടെ കണ്ടു. അത്രേ ഉള്ളൂ, വേറെ ഒന്നല്ല. വീണ തന്നെ ആയിരിക്കില്ലേ, കൂടെ ആരോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നേരത്തെ ഇന്നലെ അയ്യാതി ഇടിയും മഴയാണ് ഉണ്ടായത്. അതെ 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 അതെ. അത് അങ്ങനെ ഡ്രെയിനേജിന് ഈ മൂടി വെക്കാത്തതിലൊന്നും ആരും ഒന്നും അങ്ങനെ ആ സമയത്ത് പറഞ്ഞില്ല. പരാതിയില്ല. 2014 മുതൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, എഴുതി കൊടുക്കുന്നുണ്ട് ഡ്രെയിനേജ് വരാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒരു ഒക്കെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഈ ലോട്ടറീൻ്റെ ഒരു ഇതുണ്ടോ അതേമാതിരി പറഞ്ഞു പോവുക. ഒരാളും ഒരു സംഘം ചെയ്യുന്നില്ല. ഇവിടെ കക്കൂസ് മാലിന്യം സാറ് ഇവിടുന്ന് പോകുന്നവരെ ഒരു 10 സ്ഥലത്തല്ല കൊണ്ടിട്ട് മാക്കണശ്ശേരി താഴത്ത് മുതൽ ഇങ്ങോട്ട് ഇതുവരെ കക്കൂസ് മാലിന്യം. ഇവിടെ കുടിക്കാൻ വെള്ളത്തിന് ഭയങ്കര പ്രയാസമാണ്. കാരണം മഞ്ഞപ്പിത്തം ഈ ഭാഗത്ത് മഞ്ഞപ്പിത്തം തന്നെയാണ് എല്ലാ ഭാഗത്തും. ഒരു വീട്ടിൽ ചെന്നാൽ എന്താ സുഖയുടെ പനി, മഞ്ഞപ്പിത്തം എന്നല്ലാതൊന്നുമില്ല. ഏത് സ്ഥലത്തും കൊണ്ടിട്ടാലും വെള്ളപ്പൊടിയാണ് വിതറുകയാണ് ഞങ്ങൾക്ക്. ആ വിതറുന്നതിന് കാരണം കക്കൂസ് മാലിന്യം കൊണ്ടിട്ടാണ്. ഇവിടെ നിയന്ത്രണം എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. ക്യാമറ വെക്കാൻ പറഞ്ഞാൽ എത്ര ക്യാമറ വെച്ചിട്ട് എന്ത് കാര്യം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഓല് വന്നും കണ്ട് ഈ കക്കൂസ് മാലിന്യം ഉണ്ട്. അപ്പോൾ കക്കൂസ് മാലിന്യം എന്ന് പറഞ്ഞാൽ ചെറിയ പൈപ്പല്ല, ഈ വലുപ്പാ. അത് തുറക്കലും കഴിഞ്ഞ് ഓല് പോയി കഴിഞ്ഞ് പിന്നെ നമ്മളെ ഓല വൈകി പോരും. പിന്നെ ഗുണ്ടകളോലൊക്കെ ഉണ്ടാവും. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം ഇന്നത്തെ ഭരണം കാര്യം ഇപ്പോൾ ആരും ഒന്നും അക്കാര്യത്തിൽ വിളിച്ച് പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും വെക്കണ്ട. ഹോമിക്കാൻ അതിന് ഒരാൾ ഒരു കാരണം ഇപ്പോൾ ആയത്. ഇപ്പോൾ ഒരാൾ കൂടി വീണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൈക്കാർ ആരാന്നൊന്നും അറിയില്ല, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അയാൾ വണ്ടി അവിടെ വീണ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പോയാൽ കിട്ടിയൊന്നും അറിയില്ല. അതെ, അതെങ്ങനെയാ സാർ നമ്മൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പം ഇങ്ങനെ ഓരോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ ഒരു പക്ഷേ കണ്ണു തുറക്കാനും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പരിഹരിക്കണമെന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം നമുക്കറിയാം, ഒരു ഡ്രൈനേജ് ഉണ്ടാക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് ജലാശയങ്ങളോ കനത്ത മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രൈനേജ് പരന്നൊഴുകുമെന്നും ആ രീതിയിൽ അപകടം സംഭവിക്കുമെന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ രീതിയിൽ ഒരു പക്ഷേ ഇതിന് മൂടിയോ അതല്ലെങ്കിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നെങ്കിൽ, ആ ബസ് സ്റ്റോപ്പ് കൃത്യമായി നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ശശി അവിടെ വീടില്ലായിരുന്നു. ഇങ്ങനെ ഒലിച്ചുപോയി ഇദ്ദേഹത്തിനൊരു മരണം സംഭവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ആ രീതിയിൽ, കാരണം നമുക്കറിയാം കിലോമീറ്ററുകളോളം തന്നെ ഈ ഡ്രെയിനേജ് ഇങ്ങനെ പോകുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡാണ്. ഈ റോഡിലൂടെ ഈ ഓടയിലേക്ക് ഒഴുക്കുന്നു എന്നാണ് നാട്ടുകാരന്റെ സാക്ഷ്യം.
അതിലൊന്നും ആരും ഇടപെടുന്നില്ല. വളരെ വൃത്തിഹീനമായാണ് ആ പ്രദേശം ഉള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തവും സാധാരണയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ പോലീസുകാരൻ്റെ പ്രതികരണം കൂടി ഒരിക്കൽ കൂടി കേൾക്കാം. ഇപ്പോഴെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ സെർച്ചിങ് തുടങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർ ആരോ കണ്ടെത്തിയാണ്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മളിത് റിക്കവർ ചെയ്തത്. എത്ര ദൂരം അകലെയാണ്? എങ്ങനെ അപകടം നടന്നത്? എത്ര ദൂരം അകലെയാണ്? ഇത് അപകടം നടന്നത് കുറച്ച് ഒരു 300 മീറ്ററോളം ഇപ്പുറത്തായി വിട്ടിട്ടാണ്. രാത്രി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ്. ഈ മേഖലയിൽ പരിശോധന നടത്തി? അതെ. ഈ മേഖലയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തി ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു.